Hi, dear students. Now we are going to enter part 4 of chapter 6 Human Health and Disease. The next topic is immunity. Roga Pradirodham. It is the ability of organism to resist or defend itself from disease, causing organisms and their toxic products. അതായത് ഒരു ഓർഗാനിസത്തിന് ഡിസീസ് വരാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, ഡിസീസ് വരാതിരിക്കാൻ എന്തൊക്കെ വഴികളുണ്ട്, വാട്ടെവർ. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി, ആ ഒരു എബിലിറ്റി, അതിനെ പറയുന്നതാണ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഓർഗാനിസംസ് തന്നെ വേണമെന്നില്ല, ഓർഗാനിസംസ് സെക്രീറ്റ് ചെയ്യുന്ന ടോക്സിക് പ്രോഡക്ട്സിനെ ഡിഫെൻഡ് ചെയ്യണമെങ്കിലും അത് ഇമ്മ്യൂണിറ്റി തന്നെയാണ്. സോ ദർ ആർ ടു മേജർ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി. ദേ ആർ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആൻഡ് അക്വയർഡ് immunity. There are two types, innate and the second one is acquired. ഇമ്മ്യൂണിറ്റി തന്നെ പല ക്രൈറ്റീരിയ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തെ ക്ലാസിഫിക്കേഷനാണിത്, ഇന്നേറ്റ് ആൻഡ് അക്വയർഡ്. The first one is innate immunity. നൈസർഗികമായ രോഗപ്രതിരോധം, ജന്മനായുള്ള രോഗപ്രതിരോധം. നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി, ഇൻബോൺ ഇമ്മ്യൂണിറ്റി. അപ്പം നോക്കാം, ആ ടേംസ് തന്നെ സ്പെസിഫിക് ആണ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ. എന്താണ്? ജനിച്ച ഉടനെ നമുക്കുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി. The immunity which is present at the time of birth is called innate immunity. അപ്പോൾ ജനിച്ച ഉടനെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ലോജിക്കലി ഫ്രം വെയർ? ഫ്രം അവർ പാരൻസ്. ഇപ്പോൾ പാരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. എക്സാമ്പിൾ, ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് കോളറ. ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം അവർ പാരൻസ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഫ്രം അവർ ബർത്ത് ആൻഡ് ഇറ്റ് ഈസ് നോൺ സ്പെസിഫിക്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കൊറോണയ്ക്ക് വാക്സിനേഷൻ എടുത്തു. ഇപ്പോൾ വാക്സിനേഷൻ എടുത്താൽ ദറ്റ് ഈസ് സ്പെസിഫിക്. ഇപ്പോൾ കൊറോണയുടെ സ്പീഷീസ് മാറിയാലും ആ സ്പീഷീസിനെതിരെ ചിലപ്പോൾ ഈ വാക്സിനേഷൻ എഫക്റ്റീവ് ആവണമെന്നില്ല. പക്ഷേ നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഇമ്മ്യൂണിറ്റി ഇറ്റ് ഈസ് നോൺ സ്പെസിഫിക്. അതായത് ജനറലായിട്ട് അതിനെ ആക്ട് ചെയ്യാൻ പറ്റും. സോ ആൻഡ് ദിസ് നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി വർക്ക് ഔട്ട് ഇൻ ദ ഫോം ഓഫ് 4 types of barriers. അപ്പോൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് അത് പ്രാവർത്തികമാക്കുന്നത് 4 type of ബാരിയേഴ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദീസ് 4 types of barriers we are able to work out this innate immunity. And which are the 4 types of barriers accomplishing the innate immunity? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫിസിക്കൽ ബാരിയേഴ്സ്, ഭൗതിക തടസ്സങ്ങൾ. അതായത് നമുക്ക് ഫിസിക്കലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം, ടച്ച് ചെയ്യാം. സോ വിച്ച് ആർ ദേ? സ്കിൻ ഓൺ അവർ ബോഡി is the main physical barrier which prevents entry of the microorganisms. അപ്പോൾ ഈ 4 types of immunity barriers സാധാരണ കോളം ആയിട്ടാണ് ചോദിക്കാം. 4 കോളം ഇട്ടിട്ടുണ്ടാവും, കുറേ ടേംസ് തന്നിട്ടുണ്ടാവും. അതിനെ നിങ്ങൾ ഈ 4 ബാരിയേഴ്സ് ഹെഡിങ് ആക്കി തിരിച്ച് ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ പറയും. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ 4 types of barriersൻ്റെ പേരും എഴുതണം. ഈ 4 types of barriersൻ്റെ കീഴിൽ വരുന്ന എക്സാമ്പിൾസും തറോ ആയാലേ നമുക്ക് പെട്ടെന്ന് അതിനെ 4 കോളംസ് ആക്കി തിരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ which comes under physical barrier? The first one is skin, the outermost, the foremost physical barrier. അപ്പം നമ്മുടെ സ്കിൻ തന്നെയാണ് ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ലെയർ, ദ ഔട്ട്സൈഡ്, ദ ഔട്ടർമോസ്റ്റ് മൈക്രോ ഓർഗാനിസത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഫ്രം ഇറ്റ്സ് എൻട്രി. The second one is mucus coating of the epithelium. ഇനി ഈ മ്യൂക്കസ് എപ്പിത്തീലിയം ലൈനിങ് ദ റെസ്പിറേറ്ററി, ഗ്യാസ്ട്രോഇൻറ്റസ്റ്റൈനൽ ആൻഡ് യൂറിനോജെനിറ്റൽ ട്രാക്ട്സ്, യൂറോജെനിറ്റൽ. അപ്പോൾ മ്യൂക്കസ് കോട്ടിംഗ്, ആ പേര് കേട്ടാൽ തന്നെ അറിയാം അല്ലേ? ഒരു സെമി ഫ്ലൂയിഡ് ഓർ ജെല്ലി ലൈക്ക് മെറ്റീരിയൽ.
അപ്പോൾ ഈ ജെല്ലി ലൈക്ക് മാറ്ററിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ക്യാൻ എൻടാങ്കിൾ ദ ഓർഗാനിസംസ് ഓർ ദ പ്രോഡക്ട്സ് ദ ഓർഗാനിസംസ് ആർ ഫോമിങ്. അതായത് വഴുവഴുപ്പുള്ള സ്ഥാനം എങ്ങനെയാണ്? ഒരു ദ്രാവകം വാട്ടവർ ഒരു വഴുവഴുപ്പുള്ള ഒരു സ്റ്റിക്കി ആയിരിക്കും അല്ലേ? അപ്പോൾ സ്റ്റിക്കി ആകുമ്പോൾ അതിന് ഈ മൈക്രോബ്സ് അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അതിനെ എൻട്രാപ്പ് ചെയ്യാൻ പറ്റും. സോ ഈ മ്യൂക്കസ് കോട്ടിങ്ങുള്ള എപ്പിത്തീലിയം എവിടേക്കാണ് കാണുന്നത്? റെസ്പിറേറ്ററി അല്ലേ, എറൗണ്ട് അവർ ലങ്സ്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ, എറൗണ്ട് അവർ ഡൈജസ്റ്റീവ് ട്രാക്ട്. ആൻഡ് യൂറോജെനിറ്റൽ, that is around our reproductive organs and the urinary organs. So this mucous coating epithelium, what does it do? ഇതെന്ത് ചെയ്യും? ഈ മൈക്രോബ്സ് വരുന്നതിനൊക്കെ അതിനെ ട്രാപ്പ് ചെയ്ത് അതിനെ അങ്ങനെ പുറത്തേക്ക് അതിനെ കളയാൻ പറ്റും. അപ്പോൾ സ്കിൻ ആൻഡ് മ്യൂക്കസ് കോട്ടിംഗ് ഓഫ് ദി എപ്പിത്തീലിയം, മ്യൂക്കസ് കോട്ടിംഗ്, ദീസ് ടു ആർ ഫിസിക്കൽ ബാരിയേഴ്സ്. ദെൻ കംസ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, ശരീരശാസ്ത്ര തടസ്സങ്ങൾ. സോ നോക്കാം, ഫിസിയോളജി, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് അവർ ബോഡി. ഫസ്റ്റ് വൺ, ആസിഡ് ഇൻ ദ സ്റ്റൊമക്ക്. സോ വിച്ച് ആസിഡ് ഇസ് സീൻ ഇൻ അവർ സ്റ്റൊമക്ക്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. Hydrochloric acid is seen in our stomach. It is the first physiological barrier. ഏത് മൈക്രോബ്സ് ആയിക്കോട്ടെ, ഏതായാലും കുറേയൊക്കെ മൈക്രോബ്സ് നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്ന ഇൻഫെക്ഷൻസിനെയൊക്കെ തടയാനുള്ള കഴിവാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്. രണ്ടാമത്തേത് സലൈവ ഇൻ ദ മൗത്ത്. നമ്മുടെ മൗത്തിൽ ഒരു മ്യൂക്കസ് ലൈനിങ് ഉണ്ട്, സലൈവയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സലൈവയിൽ ഒരു എൻസൈം ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ലൈസോസൈം ഓർ സലൈവറി അമിലേസ്. സലൈവറി അമിലേസ്. അപ്പോൾ ഈ എൻസൈം അല്ലെങ്കിൽ സലൈവറി ലൈസോസൈം അല്ലെങ്കിൽ സലൈവറി അമിലേസ്, അല്ലെങ്കിൽ വെറും അമിലേസ് അല്ലെങ്കിൽ സലൈവറി അമിലേസ് എന്ന് പറയും. അമിലേസ് രണ്ടവിടെ ഉണ്ട്, അതുകൊണ്ട് സലൈവറി അമിലേസ് എന്ന് തന്നെ സ്പെസിഫൈ ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ ഈ സലൈവറി അമിലേസിലും നമ്മുടെ ടിയേഴ്സിൽ, ദാറ്റ് ഈസ് നമ്മുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന എന്താ പറയുക, ടിയേഴ്സ്, കണ്ണീര്, ഈ ടിയേഴ്സിലും ലൈസോസൈം എന്ന് പറഞ്ഞിട്ട് ഒരു എൻസൈം ഉണ്ട്. അപ്പോൾ ഈ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്രീഷൻസ്. അതിൽ ഒന്നാമത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് രണ്ടെണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ് അതൊക്കെ വരും. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ ദ സ്റ്റൊമക്, ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് saliva present in the mouth which contains salivary amylase, and also the tears which contains lysozyme. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? ഈ സെക്രീഷൻസ് എന്താ ചെയ്യുക? മൈക്രോബ്സിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യും. അല്ലെങ്കിലോ ഈ മൈക്രോബ്സിൻ്റെ ഔട്ടർ സെൽ വാൾ, ദാറ്റ് ഈസ് ഇറ്റ്സ് പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ, അതിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയും. അപ്പോൾ ഈ മൈക്രോബ്സിന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരും. They either kill, they either prevent the growth. Then the third comes one, cellular barriers. Cellular barriers means കോശതല തടസ്സങ്ങൾ. ഇതിൽ എന്തൊക്കെ സെൽസ് വരുന്നുണ്ട് നോക്കാം. Leukocytes, the WBCs of our body, like polymorphonuclear leukocytes, PMNL, neutrophils and monocytes, natural killers or NK cells, that the types of lymphocytes in the blood. Then comes macrophages, the big eaters in tissues. അപ്പോൾ ഈ സെൽസിൻ്റെ പേരുകളെല്ലാം ഓർത്ത് വയ്ക്കണം. ഫസ്റ്റ് വൺ, ല്യൂക്കോസൈറ്റ്സ് ഓർ WBCs, വൈറ്റ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഈ ല്യൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ WBCസിൽ വരുന്നത് ഏതൊക്കെ? ദാറ്റ് ഈസ് PMNL, ഇത് ഷോർട്ട് ഫോമും ഫുൾ ഫോമും എല്ലാം ചോദിക്കാറുണ്ട്. പോളിമോർഫോന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ്, പോളിമോർഫോന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ്. Then comes neutrophils, neutrophils, monocytes, and natural killer cells or NK cells, which are again a type of lymphocytes in the blood. Then comes macrophages, big eaters in tissues, അതായത് അമീബ പോലത്തെയാണ്. അപ്പോൾ ഈ സെൽസൊക്കെ എന്താണ് ചെയ്യുക? ജസ്റ്റ് ലൈക്ക് അമീബ, ഫുഡിന് അങ്ങനെ ഫാഗോസൈറ്റോസ് ചെയ്യും, അങ്ങനെ മൈക്രോബ്സ് ഇല്ലാതാവും.
ഫാഗോസൈറ്റോസ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങുക. ഈ അമീബയുടെ എന്താ ചെയ്യുക? ആ സെൽ മെംബ്രെയിൻ അങ്ങനെ ആ മൈക്രോബിൻ്റെ ചുറ്റും അങ്ങനെ മൂടി അങ്ങനെ എൻഗൾഫ് ചെയ്യും, വിഴുങ്ങും. അപ്പോൾ അതേപോലെയാണ് മാക്രോഫേജസും ഈ കാണുന്ന സെൽസൊക്കെ ഫാഗോസൈറ്റോസ് ചെയ്ത് അങ്ങനെ മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യും with the help of certain secretions. Then the last barrier is cytokine barrier. Cytokine തടസ്സങ്ങൾ. The proteins secreted by virus-infected cells are called interferons. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ഏതെങ്കിലും ഒരു രോഗാണു നമ്മുടെ ബോഡി സെൽസിനെ ഇൻറ്റേർണലി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ കൂട്ടാൻ തുടങ്ങും. അതായത് ഈ ഇൻഫെക്ഷനെതിരെ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഈ സെൽസൊക്കെ, ഈ സെല്ലിലുണ്ടാകുന്ന എൻസൈംസ്, ഈ സെൽസൊക്കെ തനിയെ എണ്ണം കുറയാൻ തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടെമ്പറേച്ചർ കൂടുന്നത് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ടോക്സിക് പ്രോഡക്റ്റ് ഓർ ദ ടോക്സിൻ, ദ പ്രോട്ടീൻ റിലീസ്ഡ് ബൈ ദ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് കോൾഡ് ഇൻറ്റർഫെറോൺസ്. ഈ ഇൻറ്റർഫെറോൺസ് എന്ന പ്രോട്ടീൻസ്, അതായത് ഈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ്, ഈ വൈറസ് റിലീസ് ചെയ്യുന്ന ടോക്സിൻ കാരണം അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റ് ചെയ്ത സെൽസ് കാരണം, രണ്ടാണ്. വൈറസ് ടോക്സിൻസ് റിലീസ് ചെയ്യും, വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് പ്രോട്ടീൻസ് റിലീസ് ചെയ്യും, ആൻഡ് ദേ ആർ കോൾഡ് ഇൻറ്റർഫെറോൺസ്. ഈ ഇൻറ്റർഫെറോൺസിൻ്റെ ജോലി എന്താ വെച്ചാൽ, ഇൻറ്റർഫെറോൺസ് ചുറ്റുമുള്ള സെൽസിനെ, അതായത് ഇൻഫെക്ഷൻ വരാത്ത സെൽസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും, സറൗണ്ട് ചെയ്യും. അപ്പോൾ ഫെർദർ വൈറൽ ഇൻഫെക്ഷൻ തടയാൻ ശ്രമിക്കും. അതാണ് ഇൻറ്റർഫെറോൺസിൻ്റെ ജോലി. ഫീവർ occurs when some pathogens enter into our body. High body temperature inhibits the growth of many pathogens. ഇപ്പം നമ്മുടെ ഈ ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്നത് ഫെർദർ പാത്തജൻ അറ്റാക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഫെർദർ വൈറൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻറ്റർഫെറോൺസ് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ദേ ആർ ദ പ്രോട്ടീൻസ് സെക്രീറ്റഡ് ബൈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് വിച്ച് പ്രൊട്ടക്ട് the non-infected cells from further viral infection. It is accompanied by fever, which again inhibits the growth of other pathogens. Innate immunity കഴിഞ്ഞു. Now രണ്ടാമത്തെ ടൈപ്പാണ് acquired immunity, നേടിയെടുക്കുന്ന രോഗപ്രതിരോധം. അപ്പോൾ നമുക്ക് ടേം കേൾക്കുമ്പോൾ തന്നെ അറിയാം, ദാറ്റ് ഈസ് നമ്മൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾ, ദാറ്റ് ഈസ് കോവിഡിനെതിരെ അല്ലെങ്കിൽ ഒമിക്രോൺ അതിനെതിരെ അല്ലെങ്കിൽ ഡെൽറ്റക്രോൺ ഇതിനൊക്കെതിരെ വരുന്ന വാക്സിനേഷൻ, ദ ഇമ്മ്യൂണിറ്റി വിച്ച് ഇസ് അക്വയർഡ്, അതൊരു എക്സാമ്പിളാണ് ഈ വാക്സിനേഷൻ. അപ്പോൾ ദ ഇമ്മ്യൂണിറ്റി വിച്ച് ഇസ് അക്വയർഡ് ഡ്യൂറിങ് വൺസ് ഓൺ ലൈഫ് ഇസ് കോൾഡ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇറ്റ് ഈസ് പാത്തജൻ സ്പെസിഫിക്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാത്തജൻ എഗെയിൻസ്റ്റ് മാത്രമേ ഈ ഇമ്മ്യൂണിറ്റി വർക്കൗട്ട് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പോലെ ജനറൽ ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് പാത്തജൻ സ്പെസിഫിക്. അപ്പോൾ ഇത് ഇൻബോൺ അല്ല, ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്നതല്ല. ഇത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഡ്യൂറിങ് വൺസ് ലൈഫ് നമ്മളത് അക്വയർ ചെയ്യണം. വെൻ വി ആർ എക്സ്പോസ്ഡ് to that pathogen attack, we acquire this type of specific type of immunity. So acquired immunity features എന്തൊക്കെയാണ്? What are the characteristic features of acquired immunity? First one, specificity. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ദാറ്റ് ഈസ് ഫോറിൻ മോളിക്യൂൾസ് അല്ലെങ്കിൽ പാത്തജൻസ് അല്ലെങ്കിൽ പാത്തജനിക് പ്രോഡക്ട്സ് വാട്ടെവർ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസസ് കണ്ടുപിടിച്ച് സ്പെസിഫിക് ആയിട്ടുള്ള മാത്രം തപ്പിപ്പിടിച്ച് സെലക്ട് ചെയ്ത് അതിനെ മാത്രം നശിപ്പിക്കുന്നു. അപ്പോൾ അതാണ് സ്പെസിഫിസിറ്റി. So acquired immunity has the ability to distinguish the differences between the foreign agents such as from microorganisms or their products. Diversity. It can recognize a vast variety of foreign molecules. അപ്പോൾ പലതരം ഫോറിൻ മോളിക്യൂൾസ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും അതിനനുസരിച്ചുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായിട്ടും അപ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് സെലക്ട് ചെയ്ത് നശിപ്പിക്കുന്നു. അതാണ് ഡൈവേഴ്സിറ്റി. ഒരുപാട് തരത്തിലുള്ള ഫോറിൻ മോളിക്യൂൾസിനെ തിരിച്ചറിയാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡൈവേഴ്സിറ്റി.
The third one is discrimination between self and non-self. സ്വന്തവും സ്വന്തമല്ലാത്തതും തമ്മിൽ വേർതിരിച്ചറിയൽ. അതായത് നമ്മുടെ സ്വന്തം സെൽസിനെയും നമ്മുടെ സ്വന്തമല്ലാത്ത സെൽസ്, ദാറ്റ് ഈസ് ഫോറിൻ ഏജൻസ്, ഇത് തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് കഴിയണം. അതൊരു കപ്പാസിറ്റിയാണ്. It does not usually attack normal body components present within the body, that is the self cells, but attack only those substances recognized as non-self. അപ്പം നമ്മുടെ ബോഡിയുടെ ഒരു കപ്പാസിറ്റിനെ, സെൽഫ് ആൻഡ് നോൺ സെൽഫ് സെൽസിനെ തിരിച്ചറിയുക, നോൺ സെൽഫിനെ മാത്രം നശിപ്പിക്കുക. അപ്പോൾ ഇതിനും ഒരു രോഗാവസ്ഥയുണ്ട്. അതായത് സെൽഫ് സെൽസും നോൺ സെൽഫ് സെൽസും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ കഴിവില്ലാത്തൊരവസ്ഥ ഒരു ജനറ്റിക് ഡിസോർഡറാണ്. അതെന്താ സംഭവിക്കുക വെച്ചാൽ ബോഡി സെൽസിനെതിരെ തന്നെ ആക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ ഇമ്മ്യൂണിറ്റി ഡിസോർഡറാണിത് സംഭവം. ബോഡിക്കെതിരെ തന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ദ ഫോർത്ത് വൺ ഇസ് മെമ്മറി, ഓർമ്മ വയ്ക്കുക. When immune system encounters a specific foreign agent, example a microbe, for the first time, it generates immune response, പ്രതിരോധ പ്രതികരണം, and eliminate the invader and produce numerous memory cells. അപ്പം എന്താ, ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യമായിട്ട് ഒരു പനിയോ ജലദോഷമോ വരും. അപ്പം എന്താണ്, ഒരു ഫോറിൻ ഏജൻറ്റാണ് നമ്മുടെ ശരീരത്തിനകത്ത് കടന്നു. അപ്പം നമ്മുടെ ബോഡി സെൽഫ് ആൻഡ് നോൺ സെൽഫ് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ കഴിവുള്ള ബോഡി ആ സ്പെസിഫിക് രോഗാണു, സ്പെസിഫിക് ആയിട്ടുള്ള ആ ഡിസീസ് കോസർ അല്ലെങ്കിൽ ആ ഡിസീസ് കോസറ്റീവ് ഏജൻറ്റ് ആരാണ് അതിനുള്ള ഉത്തരവാദി, ആ ഫോറിൻ ഏജൻറ്റിനെ തപ്പിപ്പിടിച്ച് എന്തു ചെയ്യും, ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കാൻ തുടങ്ങും. ആ ഇമ്മ്യൂൺ റെസ്പോൺസ് കാരണം ഈ ഇൻവേഡറിനെ എന്തു ചെയ്യും, പുറത്തേക്ക് കളയും. എന്നിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു സെൽസ് ഉണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി സെൽസ്, അതിനിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. മൾട്ടിപ്ലൈ ചെയ്ത് നിറയെ ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കും. ഇതാണ് മെമ്മറി സെൽസ്. ഈ മെമ്മറി സെൽസിനെ കുറേ കാലത്തേക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ പിന്നീട് വീണ്ടും ഒരു ജലദോഷം, സെയിം കോസറ്റീവ് ഏജൻറ്റ് വീണ്ടും വരികയാണ്, ജലദോഷം പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താ, നമ്മുടെ ബോഡി കുറച്ചുകൂടി വേഗം തിരിച്ചറിയും, കുറച്ചുകൂടി സ്പീഡായിട്ട്, വളരെ ക്വിക്കായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് എഗെയിൻ ഇൻവേഡർ സെൽസിനെ ഉണ്ടാക്കും, ദാറ്റ് ഈസ് ഇഫക്റ്റർ സെൽസ്. എന്നിട്ട് എന്ത് ചെയ്യും, വളരെ ക്വിക്കായിട്ടും വളരെ കൂടുതലായിട്ടും സെക്കൻഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ പ്രൈമറി റെസ്പോൺസ്, സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും. അപ്പോൾ മെമ്മറി സെൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ റിസൾട്ടായിട്ടാണ് കുറേ സെൽസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാകുന്നത്. ദീസ് ആർ മെമ്മറി സെൽസ്. ഈ മെമ്മറി സെൽസാണ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ്, ഇറ്റ് ഈസ് ഒന്നാം ഘട്ട, രണ്ടാം ഘട്ട പ്രതിരോധ പ്രതികരണം. അപ്പോൾ ദ ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഡ്യൂ ടു ദ ഫസ്റ്റ് എൻകൗണ്ടർ, എതിർക്കുക, ഓഫ് എൻ ഇൻഡിവിജ്വൽ വിത്ത് എൻ ആൻറ്റിജൻ ഈസ് കോൾഡ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ്, പ്രാഥമിക പ്രതിരോധ പ്രതികരണം. ഇറ്റ് ഈസ് ഓഫ് ലോ ഇൻറ്റൻസിറ്റി, കുറഞ്ഞ തീവ്രത. അപ്പോൾ എക്സാമിന് സാധാരണ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 2 കോളമിട്ട് എഴുതണം. ഫസ്റ്റ് കോളത്തിൽ പ്രൈമറി, രണ്ടാമത്തെ കോളത്തിൽ സെക്കൻഡറി. ഇപ്പോൾ പ്രൈമറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് എഴുതണം, ഡ്യൂ ടു ഫസ്റ്റ് എൻകൗണ്ടർ. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറൈസ് ആയിട്ട് റിസൾട്ട് ഓഫ് സെക്കൻഡ് എൻകൗണ്ടർ വിത്ത് ദ സെയിം ആൻറ്റിജൻ എന്ന് പറഞ്ഞ് എഴുതണം. രണ്ടാമത്തെ പോയിൻറ്റ് എന്താണ്, ദിസ് ഈസ് എ ലിറ്റിൽ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓഫ് ലോ ഇൻറ്റൻസിറ്റി. രണ്ടാമത്തെ കോളത്തിൽ ഇറ്റ് ഈസ് ഓഫ് വെരി ഹൈ ഇൻറ്റൻസിറ്റി. ആൻഡ് ഫസ്റ്റ് പോയിൻറ്റിൽ എഴുതണം ദ റെസ്പോൺസസ് സ്ലോ, സെക്കൻഡ് കോളത്തിൽ എഴുതാം ദ റെസ്പോൺസസ് റാപ്പിഡ്. അങ്ങനെ 3 പോയിൻ്റ് എഴുതി വയ്ക്കുക. ഇനി അടുത്തതാണ് ആൻറ്റിജൻസ് ആൻഡ് ആൻറ്റിബോഡീസ്. ഇപ്പം നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റും ആൻറ്റിജൻ ടെസ്റ്റ് കിറ്റും ആൻറ്റിബോഡീസ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഏകദേശം അറിയാം.
എന്നാലും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ആൻറ്റിജൻസ് they are foreign materials or pathogens which enter the body and capable of stimulating immune system. ഇപ്പോൾ ആൻറ്റിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോറിൻ മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ പാത്തജൻസ് ആണ്, അല്ലെങ്കിൽ ഏലിയൻ സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രോഡക്ട്സ് ആണ്, ടോക്സിക് പ്രോഡക്ട്സ്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ അല്ലാത്ത സെൽസ്, നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സെൽസ്, ഡിസീസ് കോസിങ്, ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പ്രൊവോക്ക് ചെയ്യണമെങ്കിൽ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, സ്റ്റിമുലേറ്റ് ചെയ്യണമെങ്കിൽ, ദീസ് ആർ കോൾഡ് ആൻറ്റിജൻസ്. അപ്പോൾ ഈ ആൻറ്റിജൻസ് കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു പ്രത്യേകതരം പ്രോട്ടീൻസ് ഉണ്ടാക്കും, ആൻഡ് ദേ ആർ കോൾഡ് ആൻറ്റിബോഡീസ്. The antigens are generally large-sized proteins or polysaccharides present on the walls of bacteria or on the coats of viruses. Pollen grains, white of egg, feathers, some fruits and vegetables, chicken, blood cells of other persons or animals, transplanted tissues, organs, drugs, and chemicals can also act as antigens. അപ്പം നമ്മൾ ഓർഗാൻ ട്രാൻസ്പ്ലാന്റ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. ചിലർക്ക് അലർജീസ്, ഇതെല്ലാം നമ്മൾ കേട്ടതാണ്. ഇതെല്ലാം റിയാക്ഷൻസാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ റിയാക്ട് ചെയ്യുമ്പോൾ വരുന്ന സിംറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചെക്ഷൻ ഉണ്ട് നമ്മുടെ ബോഡി. അത് ലൈഫ് ലോങ് ഇഞ്ചെക്ഷനാണ്. കാരണം ആ ഓർഗൻ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് കളയാൻ ഉദ്ദേശമില്ല. അപ്പോൾ ലൈഫ് ലോങ് ഇഞ്ചെക്ഷൻസ് ഇതിനൊക്കെ എടുക്കണം. അതേപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണെങ്കിലും, ദാറ്റ് ഫോറിൻ ബ്ലഡാണ്. അപ്പോൾ ഇതിനൊക്കെതിരെ നമ്മൾ ലൈഫ് ലോങ് ഇഞ്ചെക്ഷൻസ് എടുക്കണം, ഇമ്മ്യൂണിറ്റി, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ. അതുമാതിരി അലർജീസിനെതിരെയും ഒക്കെ മരുന്നുകളുണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഹൈപ്പർ ആക്റ്റീവ് സ്റ്റേറ്റിൽ നിന്ന് മാറ്റി ലോവർ സ്റ്റേറ്റിലാക്കും. അപ്പോൾ ഈ അലർജിക് റിയാക്ഷൻസ്, ഈ സിംറ്റംസ് ഒക്കെ കുറഞ്ഞു കിട്ടും. Then what are antibodies? Antibodies are protein molecules called immunoglobulins. ഇപ്പോൾ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. ഐ ജി ആണ് ഷോർട്ട് ഫോം. 5 ടൈപ്പാണുള്ളത്. നമുക്ക് നോക്കാം. IgA, IgM, IgE, IgG ആൻഡ് IgD. ഇതിൽ നമ്മൾ ജനിച്ച ഉടനെ ഉണ്ടാകുന്ന ആൻറ്റിബോഡിയാണ് IgG. ന്യൂ ബോൺ ബേബിയിൽ ഉണ്ടാകുന്ന ആൻറ്റിബോഡിയാണ് IgG. അതായത് പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ കിട്ടുന്ന ആൻറ്റിബോഡീസും IgG ആണ്. അപ്പോൾ ഏതാണ്? AMEGD. ഇനി ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. Y ഷേപ്പാണ്. 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. 4 എണ്ണം ഉണ്ട്. 2 ലോങ്ങും പിന്നെ അതിന് ഹെവി ചെയിൻസ് എന്ന് പറയും. പിന്നെ 2 ഷോർട്ട്, അതിന് ലൈറ്റ് ചെയിൻസ് എന്ന് പറയും. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് H2L2 ആണ്. അപ്പോൾ നമുക്ക് ഡയഗ്രത്തിലേക്ക് കിടക്കാം. ഇതാണ് ഡയഗ്രാം. ഇപ്പോൾ നമുക്ക് ഒരു ടിപ്പിക്കൽ ആൻറ്റിബോഡിയാണ്. Y ഷേപ്പാണ്. ഇത് ലേബൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഒരു കോമൺ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പോൾ 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ് നമ്മൾ കണ്ടു. അതിൽ 2 ലോങ് ചെയിൻസ് ഉണ്ട്, 2 ഷോർട്ട് ചെയിൻസ് ഉണ്ട്. ദ 2 ലോങ് ചെയിൻസ് ആർ കോൾഡ് heavy chains, capital H ആണ് റെപ്രസെൻ്റ് ചെയ്യുക. ആൻഡ് ദ 2 ഷോർട്ട് ചെയിൻസ് ആർ കോൾഡ് ലൈറ്റ് ചെയിൻസ് ആൻഡ് ദേ ആർ റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ L. അപ്പോൾ നോക്കുക, അതേമാതിരി ഇടയിലൊക്കെ ഡൈസൾഫൈഡ് ബോണ്ടുകളുണ്ട്, ഡൈസൾഫൈഡ് ബോണ്ട്സ്. അതുമാതിരി ആ Y ഷേപ്പിൻ്റെ അറ്റം, ദറ്റ് ഈസ് ഹെവി ആൻഡ് ലൈറ്റ് ചെയിൻ്റെ ഇടയിൽ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ദേ ആർ സ്പെസിഫിക്. അപ്പോൾ ഈ ഒരു ആൻറ്റിബോഡി മോളിക്യൂളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് H2L2. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ലേബൽ ചെയ്യാൻ പഠിക്കണം.
Then comes the cells of the immune system. Acquired immunity employs two main groups of cells. They are lymphocytes and antigen presenting cells. നമ്മളിത് ലിംഫോസൈറ്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ദറ്റ് ഈസ് സെല്ലുലാർ ബാരിയറിൽ. അപ്പോൾ ആ ലിംഫോസൈറ്റ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യാൻ പോണത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ്. സോ വാട്ട് ആർ ലിംഫോസൈറ്റ്സ്? അതും നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്? WBCs ആണ് അല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസ്. ദറ്റ് ഈസ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ മെയിനായിട്ട് ദ മെയിൻ റോൾ ആസ് പ്ലേഡ് ബൈ WBCs. ആൻഡ് WBCs എത്ര ടൈപ്പ് ഉണ്ട്? 2 types. ഒന്ന് B type, ഒന്ന് T type. ദറ്റ് ഈസ് B ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ B സെൽസ് എന്ന് പറയും. ദെൻ T ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ T സെൽസ് എന്ന് പറയും. ആൻഡ് B ലിംഫോസൈറ്റ്സ് എന്താണ് ഫങ്ഷൻ? ആൻറ്റിബോഡീസ് ഉണ്ടാക്കുക, അതാണ് ജോലി. അപ്പോൾ ഒരു പാത്തജൻ വന്നു കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസ് അല്ലെങ്കിൽ വാട്ട് ആർ ദെയർ പ്രോഡക്ട്സ് എന്ന് ചോദിച്ചാൽ ആൻറ്റിബോഡീസ്. സോ B സെൽസ് പ്രൊഡ്യൂസ് ആൻറ്റിബോഡീസ്. T സെൽസിൻ്റെ ജോലി എന്താ? T സെൽസിൻ്റെ ജോലിയാണ് B സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുക. എന്തിന്? ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ. നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി പഠിച്ചു, ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ്. അതായത് ആൻറ്റിജൻ ഇതാണ് എന്ന് കാണിച്ചു കൊടുത്താലേ B സെൽസിന് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ഏതൊക്കെയാണ്? മാക്രോഫേജസ്, നമ്മൾ നേരത്തെ പഠിച്ച അതേതാണല്ലോ. ഹിസ്റ്റോസൈറ്റ്സ്, B ലിംഫോസൈറ്റ്സ്, ഡെൻഡ്രൈറ്റിക് സെൽസ്. ഇതിൽ ഹിസ്റ്റോസൈറ്റ്സിന് അലർജി സെൽസ് എന്ന്. ഈ ഹിസ്റ്റോസൈറ്റ്സിൻ്റെ ഹൈപ്പർ ആക്ഷൻ കാരണമാണ് നമുക്ക് അലർജി എന്നുള്ളൊരു സിംറ്റം ഉണ്ടാകുന്നത്. So antigen presenting cells are macrophages, histocytes, B lymphocytes and dendritic cells. അപ്പോൾ ഇതാണ് സെൽസ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ വ്യൂഹത്തിലെ കോശങ്ങൾ. Again, the next one is types of acquired immunity. Acquired immunity means the immunity derived during the lifelong അല്ലെങ്കിൽ ലൈഫ് ടൈമിൽ ഒരിക്കൽ നമ്മളൊരു പാത്തജൻ എൻ്റർ ചെയ്താൽ അതിന് എഗെയിൻസ്റ്റ് ഉണ്ടാകുന്ന ഒരു ഇമ്മ്യൂണിറ്റി. ദറ്റ് ഈസ് വെൻ വി ലിവ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം. ടൈപ്സ് ഓഫ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇനി ടൈപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, 2 ടൈപ്സാണുള്ളത്. ഒന്ന് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ഒന്ന് ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പോൾ സെൽ മീഡിയേറ്റഡ്, ആ പേര് കേട്ടാൽ തന്നെയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൽസ്. ഹ്യൂമറൽ എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻറ്റിബോഡീസ്. നമ്മൾ ഈ ചാപ്റ്റർ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഹ്യൂമർ, ഗുഡ് ഹ്യൂമർ, ബാഡ് ഹ്യൂമർ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആ ഹ്യൂമർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആൻറ്റിബോഡി സീറമായിരുന്നു. അപ്പം നമുക്ക് നോക്കാം. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? CMI. വാട്ട് ഈസ് ദാറ്റ്? CMI. അപ്പം നോക്കുക, ഇറ്റ് ഈസ് മീഡിയേറ്റഡ് ബൈ T ലിംഫോസൈറ്റ്സ്. എന്താണ്? T ലിംഫോസൈറ്റ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് സ്കിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. ഈ സമയത്തൊക്കെ നമ്മുടെ T ലിംഫോസൈറ്റ്സ് ആണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് കടത്താം. ദാറ്റ് ഈസ് ടിഷ്യൂ മാച്ചിങ് ആൻഡ് ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ്. ഇത് ട്രാൻസ്പ്ലാന്റേഷൻ സമയത്ത് ഇറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. അപ്പോൾ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടന്നതിന് ശേഷം ദ പേഷ്യൻറ്റ് ഹാസ് ടു ടേക്ക് ഇമ്മ്യൂണോ സപ്രസൻസ്. നേരത്തെ ഞാൻ പറഞ്ഞു ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞു. ഇതാണ് ഇമ്മ്യൂണോ സപ്രസൻസ്. അതായത് ബോഡി റിയാക്ഷനെ സപ്രസ് ചെയ്യുക, ബോഡി ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുക, എന്നാലേ ആ ഓർഗൻ ബോഡിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ലൈഫ് ലോങ് കഴിക്കേണ്ടതാണ്. ദ ബോഡി ഈസ് ഏബിൾ ടു ഡിഫറൻഷിയേറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ ഇമ്മ്യൂണോ സപ്രസൻസ് കഴിക്കേണ്ടി വരുന്നത്? ബിക്കോസ് ദ ബോഡി ഈസ് ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ്. അതുകൊണ്ട് മാത്രമാണ്. Then comes humoral immune response or antibody mediated immunity, AMI. അപ്പോൾ ഇവിടെ acquired immunity is with the help of antibodies.
ആൻഡ് ഈ ആൻറ്റിബോഡീസ് എവിടെയാണുള്ളത്? നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള ലിംഫാറ്റിക് ഫ്ലൂയിഡിൽ, ആ ബോഡി ഫ്ലൂയിഡിലാണ്, പ്ലാസ്മയിൽ, ആ ലിംഫിൽ, അതിലാണ് എന്ത് ഈ ആൻറ്റിബോഡീസ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് എന്നാണ്. അപ്പോൾ അത് ഈ ബോഡി ഫ്ലൂയിഡിലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് കാരണം ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഈ ആൻറ്റിജൻ കറിയൽ ആൻറ്റിജൻ സ്പെസിഫിക് ആൻറ്റിബോഡീസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് കോൾഡ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. സോ നമുക്ക് ഇനി ക്ലാസ് നിർത്താം, ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.